വെൽക്കം അഗൈൻ മൈ യൂട്യൂബ് ചാനൽ ഡിജിറ്റൽ ടെക്. അപ്പം നമ്മുടെ പൈത്തൺ ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ട് 1 അതിൻ്റെ തിയറി ക്വസ്റ്റ്യൻസ് കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ചോദിക്കാം, ആ വീഡിയോ ഒന്ന് കാണുക. പാർട്ട് 2 നമ്മൾ ടെർമിനൽ, അതായത് ടെക്സ്റ്റ് എഡിറ്ററിൽ ടൈപ്പ് ചെയ്ത് ടെർമിനലിൽ റൺ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ IDLക്കകത്ത് ചെയ്യുന്ന 2-3 പ്രോഗ്രാംസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഇഫ് കണ്ടീഷൻ കൊടുക്കുന്നത്, വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്, ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് 2 പറഞ്ഞിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, അതിലേതെങ്കിലുമൊക്കെ പ്രോഗ്രാം നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക, 9th പഠിച്ച പൈത്തൻ്റെ പ്രോഗ്രാംസ് എല്ലാവരും ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കണം. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നതും പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ടൈപ്പ് ചെയ്യുന്നത്, അങ്ങനെ കുറച്ച് പ്രോഗ്രാംസ് നമ്മൾ അതിനകത്ത് പഠിച്ചിട്ടുണ്ട്. ഞാൻ ടൈം കിട്ടുകയാണെങ്കിൽ ഒരു ക്വസ്റ്റിനും കൂടെ, ആ ഒരു മോഡലും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. നമുക്ക് പുതിയൊരു പാർട്ട് എന്ന് പറയുന്നത് പൈത്തൺ ഗ്രാഫിക്സ്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റാൻഡേർഡ് 10th പഠിക്കാനുള്ളത് ഈ ഒരു മോഡലിലെ പൈത്തൺ ഗ്രാഫിക്സ്. കോഡല്ല, അവർക്ക് പിക്ചർ തരും, ആ പിക്ചറിനകത്ത് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചോദിച്ചിരുന്നത്. നമുക്കും ഈ പ്രാവശ്യം അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇതും കൂടി പഠിക്കുക, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് ടെക്സ്റ്റ് രൂപത്തിൽ മാത്രമല്ല, ഗ്രാഫിക് രൂപത്തിലും നമുക്ക് എന്ത് ചെയ്യാം, പൈത്തൺ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മൊഡ്യൂളാണ് ടർട്ടിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടർട്ടിലുള്ള ഫംഗ്ഷൻസ് എല്ലാം നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണ്. ഈ ഒരു ഫോർവേഡ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു വര വരയ്ക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് നോക്കാം, ഈ ഒരു പ്രോഗ്രാം നമുക്ക് IDLക്കകത്തൊന്ന് ചെയ്ത് നോക്കാം. എവിടുന്നാണ് എടുക്കണ്ടേ? ഫ്രം ടർട്ടിൽ. ടർട്ടിലിൽ നിന്ന് എടുക്കുക. അങ്ങനെ മനസ്സിലാക്കി പഠിക്കാമെങ്കിൽ എളുപ്പമാട്ടോ. ഇമ്പോർട്ട് ചെയ്യുന്ന എന്താണ്? ഫോർവേഡ്. അതായത് ടർട്ടിൽ എന്ന് പറയുന്ന സംഭവത്തിൽ നിന്നും നമ്മൾ ഫോർവേഡിനെ ഇമ്പോർട്ട് ചെയ്യാണ്. ആ ഫോർവേഡിൻ്റെ പിക്സൽ അല്ലെങ്കിൽ എത്ര ലെങ്ത് പറയുന്നത്, എത്ര 100ലാണ് അത് വരുന്നത്. ഓക്കെ, നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ മൊഡ്യൂൾ അടിച്ചു. സേവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സേവ് ചെയ്ത് വേറെ പേരൊക്കെ കൊടുക്കാം. ഞാൻ ജസ്റ്റ് അപ്പോൾ നമുക്കൊരു വര വന്നുണ്ട്. ഫ്രം പൈത്തൺ ടർട്ടിൽ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ പുതിയൊരു വിൻഡോയിലാണ് ഔട്ട്പുട്ട് വന്നത്. അപ്പോൾ ഒരു വര വന്നു. അപ്പോൾ നിങ്ങളോട് ഇതേ രൂപത്തിൽ കുറേ ചോദിക്കാം, നിങ്ങൾ ആ രൂപത്തിലൊക്കെ ആക്കിയെടുക്കുക എന്നൊക്കെയാണ് ഈ ഒരു പൈത്തൺ ഗ്രാഫിക്സിൽ പറയുന്നത്. അപ്പം നമുക്ക് വേണ്ട ഇതുപോലൊരു ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പോണത്, ഇത് ഒരു വര വന്നു, നമ്മൾ 90 ഡിഗ്രിയിലേക്ക് വലത്തേക്കോ ഇടത്തേക്കോ ഒക്കെ തിരിഞ്ഞാൽ എന്ത് മാറ്റമാണ് വരുന്നത് അല്ലേ. അപ്പോൾ ടർട്ടിൽ മൊഡ്യൂളിൽ ലഭ്യമായ എല്ലാ ഫംഗ്ഷനുകളും ക്ലാസ്സുകളും നമ്മുടെ പ്രോഗ്രാമിൽ ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ എന്ന് കൊടുക്കുന്നത്. അതായത് ടർട്ടിലുള്ള എല്ലാ ഫംഗ്ഷനും അപ്പം നമുക്ക് കിട്ടും. വര വരയ്ക്കുന്നതിന് ഫോർവേഡ് നിർദ്ദേശം ഉപയോഗിക്കാം. 90 ഡിഗ്രി വലത്തോട്ട് തിരിയുന്നതിന് റൈറ്റ് 90 എന്ന് കൊടുക്കാം. അങ്ങനെയെങ്കിൽ 100 യൂണിറ്റ് നീളവും 100 യൂണിറ്റ് വീതിയുമുള്ള ഒരു റെക്റ്റാങ്കിൾ നമുക്ക് വരയ്ക്കാം. ഒരു കളിസ്ഥലം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഇങ്ങനെ ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് ഈ ഫോർവേഡ് മാറ്റി ഞാനൊരു സ്റ്റാർ കൊടുക്കുകയാണ്. സ്റ്റാർ ആസ്ട്രിക് സിമ്പിൾ അല്ലേ, നമ്മുടെ 8 എന്ന് പറയുന്ന നമ്പറിൽ കിടപ്പുണ്ട്. ദെൻ ആ ഫോർവേഡ് 100ഉം റൈറ്റ് 90യും, റൈറ്റ് ബ്രാക്കറ്റിൽ 90, ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. ഞാനൊന്ന് റൺ ചെയ്യാണ്. അപ്പം തിരിഞ്ഞു. അപ്പം നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാമിൽ വ്യത്യാസമുണ്ടോ? ഓക്കെ, അപ്പം 100 വരച്ചിട്ട് താഴേക്ക് തിരിഞ്ഞിരിക്കുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? അവിടെ ഫോർ ലൂപ്പ് അപ്ലൈ ചെയ്യണം. 4i ഇൻ റേഞ്ച് 4 എന്ന് കൊടുക്കണം. 4i ഇൻ റേഞ്ച് 4 എന്ന് കൊടുത്തിട്ട് വേണം ഫോർവേഡ് ചെയ്യാൻ. ഫോർ ലൂപ്പ് കൊടുക്കുക, i കൊടുക്കുക, ഇൻ റേഞ്ച് എത്ര വേണ്ടുന്നേ? 4, 4 ഇതിലുള്ള റേഞ്ചിലുള്ളത് വേണം. അപ്പം നമുക്ക് നോക്കാം, നമ്മൾ നേരത്തെ വരച്ചത് തന്നെയാണോ നമുക്കിപ്പോൾ കിട്ടുന്നതെന്ന്. ഫോർ ലൂപ്പ് ഇട്ടപ്പോൾ എന്ത് കൊടുക്കുക? കോളൻ ഇട്ടില്ല. അപ്പോൾ അവിടെ എറർ കാണിക്കുന്നുണ്ടോ? ഇങ്ങനെ വേണം നമുക്ക് പ്രോഗ്രാം ചെയ്ത് പഠിക്കാൻ. എന്നിട്ട് റൺ മൊഡ്യൂൾ എടുക്കുക, ഓക്കെ അടിക്കുക. നമ്മളങ്ങ് ടൈപ്പ് ചെയ്ത് വെച്ചു. അപ്പം നമുക്ക് എക്സ്പെക്റ്റഡ് ഇൻറ്റൻറ്റ് ബ്ലോക്ക് എന്തറിയാം? നമ്മൾ ഫോർ ലൂപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാലും വൈൽ ലൂപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ഒന്ന് അകത്തേക്ക് ടാബ് ചെയ്തിരിക്കണം. നമ്മൾ ചെയ്തോ? ഇല്ല. അപ്പം എന്ത് ചെയ്യുക? ടാബ് ചെയ്തതിന് ശേഷം മാത്രം റൺ ചെയ്യണം. നമ്മൾ ഓരോ പ്രാവശ്യം എക്സാമിന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കരുത്, പഠിക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ ചെയ്ത് പഠിക്കാവുള്ളൂ. ഓക്കെ, നമുക്കൊരു സ്ക്വയർ വന്നു അല്ലേ. ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ളത്?
ഈ കോളൻ ഇടാനൊന്നും മറക്കരുത്. റേഞ്ച് 4ന്റെ അവിടെ കഴിഞ്ഞ് കോളൻ, ഫോർ ലൂപ്പിലും വൈൽ ലൂപ്പിനും ഒക്കെ കോളൻ ഇടണം. ഇഫ് എൽസിന് കോളൻ ഉണ്ട്. ഇനി അടുത്ത് നമുക്ക് ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ കളർ റെഡ്. അതായത് നമുക്കിപ്പോൾ ബ്ലാക്കാ വന്നേ, നമുക്ക് റെഡ് വേണമെങ്കിൽ കളർ, നമ്മുടെ ആ കമ്പ്യൂട്ടറിൽ സ്പെല്ലിങ് COLOR ആണ്. അപ്പം നമ്മൾ ഈ ഇമ്പോർട്ട് സ്റ്റാർ കഴിഞ്ഞിട്ട് ഉടനെ നമുക്ക് ഏത് കളറിലെ വരെയാണ് വേണ്ടുന്നത് എന്നുള്ളത് അവിടെ കൊടുക്കുക. COLOR കളറ്, ബ്രാക്കറ്റ് സ്പേസ് വേണ്ട, ബ്രാക്കറ്റ് ഇടുക, ഡബിൾ കോട്ട്സിൽ ഏത് കളറാണോ വേണ്ടുന്ന ആ കളർ കൊടുക്കുക. റെഡ് എങ്കിൽ റെഡ്. അപ്പം എന്നിട്ട് നമുക്ക് ഈ റേഞ്ച് 4 തന്നെ ഞാൻ ഇട്ട് കൊടുക്കാം. എനിക്ക് റെഡ് കളറിൽ തന്നെ കിട്ടുമോ നോക്കാം. ഓക്കെ അടിച്ചു, റെഡ് കളർ വന്നു. ഇനി ഞാനിവിടെ 8 അല്ലെ 6 കൊടുത്തു നോക്കാം. റൺ മൊഡ്യൂൾ. ഓക്കെ, അതിൽ തന്നെ വന്നു അല്ലേ? അതിൽ തന്നെ 6 പ്രാവശ്യം കറങ്ങി അല്ലേ? അപ്പം നമുക്ക് നോക്കാം. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ കളർ റെഡ് ഫോർ ഐ ഇൻ റേഞ്ച് 8 അല്ലെങ്കിൽ 6, പിന്നെ ഫോർവേഡ് 100 റൈറ്റ് 90, അങ്ങനെയാണ് നമ്മൾ കൊടുത്തത്. അപ്പം 90 എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ക്വയർ തന്നെ ആയിരിക്കും വരുന്നത് അല്ലേ? അപ്പം നമുക്ക് നോക്കാം, ഒരു 8 ഷേപ്പ് വരുവാണെങ്കിൽ, ഒക്ടഗൺ വരുവാണെങ്കിൽ അതിൻ്റെ 4 വന്നപ്പോൾ നമുക്ക് 90 വന്നെങ്കിൽ 8 വരുമ്പോൾ എത്ര വരും? 45. അതിൻ്റെ പകുതി നോക്കിയാൽ പോരെ? ഓക്കെ അടിച്ചു. എത്ര സൈഡ് ഉണ്ട്? 1 2 3 4 5 6 7 8. 8 സൈഡുള്ള ഒരു പൈത്തൺ ഗ്രാഫിക്സ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ സർക്കിൾ വരയ്ക്കാൻ പഠിക്കുകയാണ്. ഇപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? സ്ക്വയർ പഠിച്ചു, പിന്നെ നമ്മളൊരു ഒക്ടഗൺ പഠിച്ചു. നമുക്ക് ആ കോഡൊക്കെ ചെയ്യുന്നുണ്ട്, അത് നിങ്ങളിവിടെ ചെയ്ത് പഠിക്കുക. ഏതൊക്കെയാണ്, എത്ര റൈറ്റ്, എത്ര കഴിഞ്ഞ് റൈറ്റ് ചെയ്യണം, അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് പഠിക്കുക. കൂടുതൽ പ്രോഗ്രാം ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താലേ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റൂ. അടുത്ത് നമുക്ക് നോക്കാം. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ എൻ്റർ സർക്കിൾ വരയ്ക്കുകയാണ്. സർക്കിൾ ബ്രാക്കറ്റിൽ സർക്കിളിൻ്റെ റേഡിയസ് 100 റേഡിയസിലാണ് വരയ്ക്കുന്നത്. റൺ മൊഡ്യൂള്. ഓക്കെ, ഇപ്പോൾ സേവ് ചെയ്യാൻ ചോദിക്കും. ഞാനിവിടെ സർക്കിൾ എന്നും പറഞ്ഞ് സേവ് ചെയ്തു. ഇപ്പോൾ ദാണ്ട് എനിക്കൊരു സർക്കിൾ വന്നു. ഇതിൻ്റെ കളർ മാറണമെങ്കിൽ എന്ത് കൊടുക്കണം? ഇമ്പോർട്ട് സ്റ്റാർ കഴിഞ്ഞിട്ട് COLOR കളർ ബ്രാക്കറ്റിൽ ഡബിൾ കോട്ട്സ് ഇട്ട് ബ്ലൂ. റൺ ചെയ്യുക, റൺ മൊഡ്യൂൾ അടിക്കുക, ഓക്കെ അടിക്കുക. എനിക്ക് ബ്ലൂ കളറിലെ സർക്കിൾ വന്നു. ഓക്കെ, നമുക്കിനി അടുത്ത പ്രോബ്ലം എന്താണ്? സർക്കിൾ നമ്മൾ കളർ കൊടുത്തേ. ഈ ലെഫ്റ്റ് 45ഉം റൈറ്റ് 45 ഒക്കെ ഉണ്ട് കേട്ടോ. അത് ജസ്റ്റ് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പ്രോഗ്രാം ഉണ്ടല്ലോ, നമ്പറിൻ്റെ ഒക്കെ ഒരു പ്രോഗ്രാം ഇല്ലേ, അതൊന്ന് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാ? ഐഡിയലിക്കകത്ത് ലെഫ്റ്റ് 45 ഒന്ന് ചെയ്ത് നോക്കാം. ലെഫ്റ്റ് 45 റൺ മൊഡ്യൂള്. ഓക്കെ, ഇടത്തേക്ക് വരയ്ക്കുന്നു. ഓക്കെ, ആ ഒരു കഴ്സറില്ലേ, ആ ഒരു ആരോ മാർക്ക് ഇങ്ങനെ ഇടത്തേക്ക് തിരിഞ്ഞു പോകുന്നു. ഇനി നമുക്ക് പല രൂപത്തിലുള്ള കളറിലുള്ള സർക്കിളുകൾ വരയ്ക്കുന്നതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് അത് ഇത്രയും അവിടെ കൊടുക്കണം. എന്നിട്ട് ഫോർ ലൂപ്പിനകത്ത് കളർ ഇൻ CLR ഇൻ കളേഴ്സ് പ്രിന്റ് CLR അങ്ങനെയാണ് കൊടുക്കുന്നത്. ഈ ഒരു പ്രോഗ്രാം കൂടെ നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ഐഡിയലി എടുക്കുക.
അവസാനം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. കളേഴ്സ് എന്നുള്ളിടത്ത് എന്ത് കൊടുക്കുക? കളേഴ്സ്, ഒരുപാട് കളേഴ്സ് കൊടുക്കാൻ കളേഴ്സ് ഈക്വൽ ടു ബ്രാക്കറ്റ് എന്ന് പറയുന്നത് സ്ക്വയർ ബ്രാക്കറ്റ് ആയിരിക്കണം. സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു, സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇതിനകത്ത് ഓരോ കളറും ഡബിൾ കോട്ട്സിൽ കൊടുത്ത് കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്യണം. അടുത്ത ഡബിൾ കോട്ട്സ് ഇട്ട് ഞാൻ യെല്ലോ, ഡബിൾ കോട്ട്സിന് പുറത്തിറങ്ങി കോമ ഇട്ടു. ഡബിൾ കോട്ട്സിൽ ബ്ലൂ, കോമ, ഡബിൾ കോട്ട്സിൽ ഗ്രീൻ, കോമ, ഡബിൾ കോട്ട്സിൽ ഓറഞ്ച്, കോമ, ഡബിൾ കോട്ട്സിൽ വയലറ്റ്. ഇത്രയും കളർ നമ്മൾ കൊടുത്തു. പിന്നെന്താണ്? റേഡിയസ് ആണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മുടെ സർക്കിൾ എല്ലാം വരണ്ടേ? സർക്കിൾ ചെയ്യുന്നതിന് നമുക്കൊരു റേഡിയസ് കോമൺ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാണ്. റേഡിയസ് ഇസ് ഈക്വൽ ടു 20 എന്ന് പറഞ്ഞൊരു റേഡിയസ് കൊടുത്തു. ദെൻ എൻ്റർ അടിച്ചിട്ട് ഫോർ ലൂപ്പിനകത്ത് എവിടം വരെ പോകണം എന്നാണ്. സി എന്ന് കൊടുത്തിട്ട് സി ഇൻ കളേഴ്സ്, COLORS കളേഴ്സ്, കോളൻ ഇടുക. ടാബ് അടിച്ചപ്പോൾ അകത്തേക്ക് തന്നെ വരും. COLOR കളർ എന്ന് പറയുന്നത് എവിടം വരെ പോകണം? സി വരെ പോകണം. സർക്കിൾ ഓഫ് റേഡിയസ്, ആ റേഡിയസ് വെച്ച് തന്നെയാണ് പോകുന്നത്. ആ റേഡിയസ് 20 ഉള്ള ആ റേഡിയസ് തന്നെ വെച്ച് പോകുക. റേഡിയസ് ഇസ് ഈക്വൽ ടു റേഡിയസ് പ്ലസ് 10, 10 വീതം കൂടുക. ഇതിൽ എറർ ഉണ്ടോ നോക്കാം നമുക്ക്. ടൈപ്പ് ചെയ്തതിനകത്ത് 1 സർക്കിൾ, 2 സർക്കിൾ, 3 സർക്കിൾ, 4 സർക്കിൾ, 5 സർക്കിൾ, 6 സർക്കിൾ. ആ കളേഴ്സ് ഉള്ള സർക്കിളുകൾ നമുക്ക് ഇതായിരിക്കും ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ പ്രോഗ്രാംസ് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററിൽ. ഇനി നമുക്ക് 1-2 മോഡൽ ക്വസ്റ്റ്യൻസും കൂടി ചെയ്ത് ഈ ചാപ്റ്റർ എൻഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പഠിക്കുന്നത് പോലെ തന്നെ ഞാനും നിങ്ങൾക്ക് പഠിക്കുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. നിങ്ങൾ ഇതേപോലുള്ള തെറ്റുകളൊക്കെ ആവർത്തിച്ച് ശരിയിലേക്ക് പോവുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ചെയ്യുന്ന സമയത്ത് വലിയ പാട് വരത്തില്ല. ഞാൻ ബിടെക്കിന് പഠിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ എറേഴ്സ് വരുമായിരുന്നു. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത് മാറ്റുമ്പോഴാണ് എക്സാമിന് ചെന്നിരിക്കുമ്പോഴും നമുക്ക് ഈ എറർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരുത്താൻ പറ്റും. നമ്മൾ കറക്റ്റായിട്ട് ഈ പ്രോഗ്രാം കാണാതെ പഠിച്ച് ചെയ്യാനിരിക്കുകയാണെങ്കിൽ ഒന്നും പറ്റത്തില്ല. മനസ്സിലാക്കി വേണം, കമ്പ്യൂട്ടർ ലാംഗ്വേജസ് മനസ്സിലാക്കി വേണം പഠിക്കാൻ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങൾക്ക് ചാനലിൽ ഇടുന്ന എല്ലാ വീഡിയോസും അന്നേരം കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണോടൊന്ന് പ്രസ് ചെയ്യുക, എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.